എല്ലാവർക്കും നമസ്കാരം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇന്ന് പുതിയ ജനപ്രതിനിധികൾ അവരുടെ ചുമതലകൾ നിറവേറ്റുന്നതിന് വേണ്ടി അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഹാജരായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുക്കുന്ന ദിവസമാണ്. അപ്പോൾ നിങ്ങൾ വോട്ട് ചെയ്ത ആളായിരിക്കാം ഒരുപക്ഷെ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്, തിരിച്ചു ആകാം. എന്തായാലും നിങ്ങളുടെ പ്രതിനിധിയാണ് അദ്ദേഹം. ഇന്നലെ വരെ നിങ്ങൾ രാഷ്ട്രീയമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പല കാര്യങ്ങൾ പറഞ്ഞ് അകന്നു നിന്നെങ്കിലും അടുത്ത് നിന്നെങ്കിലും ഇന്നു മുതൽ ആ ജനപ്രതിനിധിക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. അദ്ദേഹം അങ്ങനെ തന്നെ. അദ്ദേഹത്തിന് സർവ്വജനങ്ങളും സർവ്വ സമുദായങ്ങളും ഒരുപോലെ കാണാനുള്ള മനസ്സുണ്ടാകണം. അദ്ദേഹത്തിൻ്റെ അജണ്ടയിലെ ആദ്യത്തെ ഇനം സർവ സമുദായ മൈത്രിയാവണം, സർവ ജന സാഹോദര്യമാകണം. എങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിയൂ. അതിന് കുറുക്കു വഴികളൊന്നുമില്ല. നിങ്ങൾ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് വീടുകളിൽ പോയിരുന്നല്ലോ. എല്ലാ വോട്ടർമാരെയും നേരിൽ കാണാൻ നിങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ടാകും. അവർ പറഞ്ഞ ഒട്ടേറെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലുണ്ട്. പറയാതെ തന്നെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട ഒട്ടേറെ കാര്യങ്ങളുണ്ട്. പരിഹരിക്കേണ്ടതാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങളുമുണ്ട്. അവയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നോട്ട് ചെയ്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ ഏറ്റവും ചെറിയ ഒരു ഭരണ യൂണിറ്റാണ് വാർഡ് എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാവിധ സങ്കീർണ സ്വഭാവവും ഒരു വാർഡിൽ നോക്കി നമുക്ക് കാണാൻ പറ്റും. അതിന് കൂടുതൽ അകലെയൊന്നും പോകേണ്ട. അപ്പം നമ്മുടെ വാർഡിൽ സങ്കീർണമായ പ്രശ്ന സവിശേഷതകൾ വിലയിരുത്തിയിട്ട് അവയ്ക്ക് പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള എളിയ ശ്രമമാണ് നിങ്ങൾ നടത്തുക എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ? ഒന്ന്, വൃദ്ധജനങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നമാണ്. ഏത് വീട്ടിൽ ചെന്നാലും 80 വയസ്സായ, അതിനു മുകളിൽ പ്രായമുള്ള, അല്ലെങ്കിൽ 60 വയസ്സ് കഴിഞ്ഞ അതിനു മുകളിൽ പ്രായമുള്ള ഒട്ടേറെ പേര് നിങ്ങൾ കാണാൻ പറ്റും. നമ്മുടെ ആരോഗ്യ കാര്യങ്ങളിലുള്ള പുരോഗതിയാണ് അത് കണക്കാക്കുന്നത്. അതേപോലെ തന്നെ പ്രശ്നങ്ങളുമുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ചില ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവണം. അർഹതയുള്ളവരെ പകൽ വീടുകളിലെത്തിക്കുക, ചികിത്സാ സഹായം വേണ്ടവരെ അതിനെ പ്രേരിപ്പിക്കുക, അല്ലെങ്കിൽ അതിനെ ഉള്ള വഴികൾ കണ്ടെത്തി പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ. മറ്റൊന്ന്, നിങ്ങൾ ചെന്നപ്പോൾ നിങ്ങളെ കാണാൻ എഴുന്നേറ്റ് വരാൻ പോലും കഴിയാത്ത വിധത്തിൽ കിടപ്പായി കിടക്കുന്ന, അല്ലെങ്കിൽ കിടപ്പായി പോയ ഒരു വിഭാഗം ആളുകളുണ്ട്. അവരെ കിടപ്പ് രോഗികളെന്ന് നമുക്ക് പറയാം. എന്തുകൊണ്ട് കിടപ്പ് രോഗികൾ? ഞാൻ നേരത്തെ പറഞ്ഞ പ്രായാത്യധികമായി, പിന്നെ ശാരീരിക ശേഷിയെല്ലാം നശിച്ചിട്ട് അങ്ങനെ കഴിയുന്നവരവർ. അവർക്ക് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാലിയേറ്റീവ് രംഗത്തെ വിപുലപ്പെടുത്തുക, ശക്തിപ്പെടുത്തുക എന്നതാണ് അതിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം, അന്വേഷിച്ച് മനസ്സിലാക്കണം. ആശാവർക്കറുമായിട്ട് ബന്ധപ്പെട്ടാൽ
അതല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും സോഷ്യൽ വർക്കറുമായിട്ട് ബന്ധപ്പെട്ടാൽ അവർക്ക് വേണ്ടി നമ്മുടെ രാജ്യത്ത് നടക്കുന്നതായ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾ അതിനു വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റൊന്നാണ് ഭിന്നശേഷി വിഭാഗം. എന്താണ് ഭിന്നശേഷി എന്ന് വെച്ചാൽ, നമുക്ക് മനുഷ്യർക്ക് ഒട്ടേറെ കഴിവുകളുണ്ട്. ആ കഴിവുകളിൽ കുറവ് വന്ന ഒരു വിഭാഗം നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒരു കാലില്ല, ഒരു കൈയില്ല എന്നൊക്കെ വന്നാൽ സാധാരണ മനുഷ്യരെ പോലെ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റുമോ? അപ്പം അങ്ങനെയുള്ള ഒരു വിഭാഗം, കണ്ണ് കാണാൻ പാടില്ലാത്ത വിഭാഗം, കാത് കേൾക്കാൻ വയ്യാത്ത വിഭാഗം, അങ്ങനെ ഒട്ടേറെ പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരിൽ കുറച്ച് പേരെങ്കിലും നിങ്ങളുടെ ഗ്രാമത്തിലുണ്ടാവും. അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം. ഉദാഹരണത്തിന്, നടന്നു പോകാൻ കഴിയാത്ത ആളുകൾ, അല്ലെങ്കിൽ ചുമന്നു കൊണ്ടുപോകേണ്ട ആളുകൾ. അവർ ചിലപ്പോൾ വീൽ ചെയറിൽ സഞ്ചരിച്ചെന്ന് വരാം. വീട്ടിൽ നിന്ന് വീൽ ചെയറിൽ സഞ്ചരിച്ച് തൊട്ടടുത്ത പറമ്പിലേക്കോ തൊട്ടടുത്ത റൂമിലേക്കോ വരണമെങ്കിൽ അവർക്ക് ചെറിയ വാഹനങ്ങൾ വേണ്ടി വരും. 3 വീലർ, അതിലായിരിക്കും അവർ സ്കൂളിൽ പോവുകയും മറ്റുമൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ വീട്ടിലേക്ക് വരാൻ ഒരു സുഗമമായ വഴി വേണ്ടതുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ട്. അങ്ങനെ അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. ഭിന്നശേഷി വിഭാഗത്തിന് വേണ്ടിയുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വിഭാഗങ്ങളെ നമ്മൾ ചേർത്ത് പിടിക്കണം. ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. ആർത്തവന്മാരും അവശന്മാരും ആലംബഹീനന്മാരുമായിട്ടുള്ള ആളുകളെ ചേർത്ത് പിടിക്കാനുള്ളൊരു വലിയ മനസ്സാണ് നിങ്ങൾക്കുണ്ടാവേണ്ടത് ഒരു ജനപ്രതിനിധിയാണെങ്കിൽ. മറ്റൊന്ന്, സാമൂഹികമായി സാംസ്കാരികമായി പിന്നോക്കം പോയ ഒരു ജനവിഭാഗമാണ് കേരളത്തിൽ. അവരുടെ സ്ഥിതി ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് മെച്ചപ്പെട്ടതാണ് എന്ന് വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. ആ വിലയിരുത്തപ്പെട്ടിരിക്കുന്ന കാര്യത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. അത് ദളിത് വിഭാഗമാണ്, പിന്നോക്ക വിഭാഗമാണ്. അവർക്ക് ഇനിയും ഒട്ടേറെ പുരോഗതിയിൽ വരാനുണ്ടെന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. അവരെ നിങ്ങൾ ചേർത്ത് പിടിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. പിന്നെ നിങ്ങൾ വാർഡിലൂടെ നടന്നപ്പോൾ നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ കേട്ടില്ലേ, കണ്ടില്ലേ? കണ്ണു തുറന്നാണ് കണ്ടതെങ്കിൽ, കണ്ണു തുറന്നാണ് നടന്നതെങ്കിൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ ഇപ്പം എൻ്റെ വാർഡിലെ ഒരു പ്രശ്നം ഞാൻ പറയാം. എൻ്റെ വാർഡിൻ്റെ തെക്ക് കിഴക്കേ മൂലയിലേക്ക് എത്തിച്ചേരാൻ വലിയ പ്രയാസമാണ്. റോഡ് ചെന്നിട്ടുണ്ട്, പക്ഷെ ആ മൂലയിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. അവിടെ ഹതഭാഗ്യരായ കുറച്ചധികം ജനങ്ങൾ താമസമുണ്ട്. അവിടേക്ക് അവർക്കൊരു വഴി വേണം. അതായത് അവരുടെ അടുത്ത് വരെ എത്തിച്ചേർന്നിട്ടുള്ള റോഡിൽ നിന്ന് അവരുടെ വീടുകളിലേക്ക് നടന്നു പോകുന്നതിനൊരു വഴി, അത് അത്യന്താപേക്ഷിതമാണ്. അതിനായിട്ട് അവർ വളരെ ശ്രമിക്കുകയാണ്, ഗ്രാമസഭയിലേക്ക് ബഹളം കൂട്ടുകയാണ്, സാധിച്ചിട്ടില്ല. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ ആ വഴി ഉറപ്പായിട്ടും ഉണ്ടാവണം. അങ്ങനെ ഒട്ടേറെ വഴികൾ കാണും. വഴിയെന്ന് പറഞ്ഞാൽ പഴയതുപോലെ നമുക്ക് വലിയ റോഡുകളൊന്നും ഇട്ട് കൊടുക്കാൻ പറ്റില്ല. ജനസംഖ്യാ വർധനവിൻ്റെ ഫലമായിട്ടും ഭൂമി ആവശ്യത്തിന് ലഭ്യമല്ലാത്തൊരു സാഹചര്യവും നിലനിൽക്കുന്നത് കൊണ്ട് നമുക്കങ്ങനെ പഴയ കാലത്തെ പോലെ വലിയ വഴികളൊന്നും ഇട്ട് കൊടുക്കാൻ പറ്റുകയില്ല. എന്നാൽ ഗവൺമെൻറ് അതിന് പുതിയ പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഒരു ചെറിയ വാഹനം കടന്നു പോകത്തക്ക രീതിയിൽ ഉള്ള നടവഴികൾ. അത് കോൺക്രീറ്റ് വഴികളാണ്. അത് തീർച്ചയായിട്ടും നമ്മൾ ചെയ്തു കൊടുക്കണം. അങ്ങനെ നിങ്ങളുടെ വാർഡിൽ എത്ര സ്ഥലത്തുണ്ട് എന്ന് നിങ്ങൾ നടന്നപ്പോൾ കണ്ടില്ലേ?
അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് നോട്ട് ചെയ്യാം. അതിന് നിങ്ങളുടെ സഹായങ്ങളെല്ലാം അവർക്ക് കൊടുക്കേണ്ടി വരും. മറ്റൊന്നാണ്, ഒട്ടേറെ ഗ്രൂപ്പുകളെ നിങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് കണ്ടു കാണും. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ, അതല്ലെങ്കിൽ സ്വയം സഹായ സംഘങ്ങൾ, ട്രസ്റ്റുകൾ, കുടുംബശ്രീകൾ, തൊഴിലുറപ്പ് കേന്ദ്രങ്ങൾ, പിന്നെ ഹരിത കർമ്മസേനകൾ, അയൽക്കൂട്ടങ്ങൾ, ക്ലബ്ബുകൾ, ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ കണ്ടില്ലേ? അവയാണ് യഥാർത്ഥത്തിൽ ഒരു ഗ്രാമത്തെ സംഘടിത ശക്തിയായിട്ട് നിർത്തുന്നത്. ആ ഗ്രൂപ്പുകളൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ടോ? ആ ഗ്രൂപ്പുകളിൽ ജാതി മതഭേദമില്ലാതെ എല്ലാവരും ഉണ്ട്. അപ്പോൾ ആ ജാതി മതഭേദമില്ലാതെ എല്ലാവരുമുള്ള ഗ്രൂപ്പുകൾ, അവയ്ക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു കൈത്താങ് ആവശ്യമുണ്ട്. ആ കൈത്താങ്ങിൽ എന്താണ്? അവയെല്ലാം നല്ലതുപോലെ ഫങ്ഷൻ ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക തന്നെ വേണം. അതിൻ്റെ സെക്രട്ടറിമാർ, അതിൻ്റെ പ്രസിഡൻറ്റുമാർ, അവരുമായിട്ടൊക്കെ നിങ്ങൾക്ക് നല്ല ബന്ധം വേണം. അവ പുരോഗമിക്കുക വഴി, ഇപ്പോൾ ട്രസ്റ്റാണ്, ട്രസ്റ്റിന് ഇഷ്ടംപോലെ പ്രവർത്തനങ്ങളുണ്ടാവും. കുടുംബശ്രീ ആണെങ്കിൽ അവർ ലോണൊക്കെ കൊടുക്കുന്നുണ്ട്. അതുമായിട്ടുള്ള ഏർപ്പാടുകൾ ബാങ്കുമായിട്ടുണ്ട്. അവിടെയൊക്കെ നിങ്ങളുടെ സഹായം കൊടുത്ത് ആവശ്യമായ കൈത്താങ്ങ് നൽകുകയാണ് വേണ്ടത്. മറ്റൊന്ന്, നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ വാർഡിൽ എത്ര കോളനികളുണ്ട്? എൻ്റെ വാർഡിലാണെങ്കിൽ 3 കോളനികളുണ്ട്. 3 കോളനികൾ 2 സുനാമി കോളനിയാണ്. മറ്റൊന്ന്, സാധാരണ രീതിയിൽ ഒരു ഗ്രൂപ്പായിട്ട് ആളുകൾ വന്ന് താമസിക്കുന്ന സ്ഥലമാണ്. ഈ കോളനിയിലെ പ്രശ്നം എന്താണ്? 4-5 സെൻറ്റ് സ്ഥലത്തൊരു വീടും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന വേലിയും വഴികളും ഒക്കെയായുള്ള സ്ഥലമാണത്. സ്വാഭാവികമായിട്ട് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിലൊന്ന് മാലിന്യ പ്രശ്നമാണ്. എന്താണ് മാലിന്യം? ഓരോ വീട്ടിലും ഇഷ്ടംപോലെ മാലിന്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വരുന്ന സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് കിട്ടുന്നത് എന്തിലാണ്? പ്ലാസ്റ്റിക്കിലാണ്. അപ്പോൾ ആ പ്ലാസ്റ്റിക് നമ്മൾ എന്ത് ചെയ്യും? അത് വലിച്ചെറിഞ്ഞ് എവിടെയെങ്കിലും കളയാൻ പറ്റുമോ? കോളനിയിലാകുമ്പോൾ അങ്ങനൊരു സ്ഥലം ഉണ്ടാവുകയില്ല. മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഹരിതകർമ്മസേനയുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായൊരു സംവിധാനം ഉണ്ടാക്കണമെന്നുള്ളത് വാർഡ് മെമ്പർ എന്ന നിലയിൽ നിങ്ങളുടെ കടമയാണ്. ചിലർ വിചാരിക്കും, ഞാൻ 50 രൂപ കൊടുക്കണമല്ലോ, എന്തിനാണ് കൊടുക്കുന്നത്, ഇത് കത്തിച്ച് കളഞ്ഞുകൂടെ എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടാവും. കത്തിച്ചാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ജീവന് ഭീഷണിയാകാവുന്ന വാതകങ്ങൾ തന്നെ ഈ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടും. അങ്ങനെ വരുമ്പോൾ നമുക്ക് വളരെ മാരകമായ രോഗങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം അതിൽ നിന്ന് ഒഴിവായി നിൽക്കുക തന്നെ വേണം. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഒട്ടേറെ ആരാധനാലയങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. ആ ആരാധനാലയങ്ങളൊക്കെ നിങ്ങൾ നോക്കിയോ? എന്താ അതിൻ്റെ സവിശേഷത? ഓരോ ജാതിയും സംഘടിച്ച് ജാതി എന്താ പറയണ്ടേ അതേ ജാതിയിലുള്ളവർക്ക് വേണ്ടി ആരാധനാലയം നടത്തുന്നവയാണ് കൂടുതലും. എൻ്റെ നാട്ടിൽ അങ്ങനെയാണ്. നിങ്ങളുടെ നാട്ടിലെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞങ്ങൾക്ക് ഓരോ സമുദായത്തിനും അമ്പലമുണ്ട്. അവരെല്ലാം പരസ്പര സൗഹാർദ്ദത്തിൽ തന്നെയുമാണ്. പള്ളിയുമുണ്ട്. ഈ ആരാധനാലയങ്ങൾ അവരുടെ വിശ്വാസം, ആചാരം തുടങ്ങിയവയെ നമ്മൾ എന്താണ് അംഗീകരിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് അന്ധവിശ്വാസങ്ങൾ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും?
അവരോട് പറഞ്ഞ് മനസ്സിലാക്കും, അല്ലാതെ എന്ത് ചെയ്യും? എന്തൊക്കെയായിരിക്കാം അന്ധവിശ്വാസങ്ങൾ? നിങ്ങളുടെ കണ്ണിൽ കാണുന്നതായിരിക്കില്ല എൻ്റെ കണ്ണിൽ കാണുന്ന അന്ധവിശ്വാസം. ഒരു ഉദാഹരണം ഞാൻ പറയാം. ചരട് കെട്ടി ചില മന്ത്രങ്ങളൊക്കെ ജപിച്ച് നിങ്ങളുടെ കുഞ്ഞിൻ്റെ കയ്യിൽ കെട്ടിക്കൊടുത്താൽ കുഞ്ഞിൻ്റെ അസുഖം മാറും എന്നൊരമ്മ വിചാരിക്കുന്നു എന്ന് വിചാരിക്കുക. അത് അന്ധവിശ്വാസമാണോ? അവരെ സംബന്ധിച്ചിടത്തോളം അല്ല. പക്ഷേ ഇന്നത്തെ ശാസ്ത്രരീത്യ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അപ്പം അതിനെ മുച്ചൂടി എതിർക്കുകയാണോ നമ്മൾ ചെയ്യുന്നത്? അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കാര്യമായ പ്രയോജനമില്ലെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കും. അല്ലാതെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? മറ്റൊന്നാണ്, പേന പൂജിച്ചു കൊടുത്താൽ പരീക്ഷയിൽ വിദ്യാർത്ഥി ജയിക്കും. നിങ്ങളങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? ഇങ്ങനെ കൊച്ചു കൊച്ചു അന്ധവിശ്വാസങ്ങളുടെ ഒരു ഖനിയാണ് ഗ്രാമം അല്ലെങ്കിൽ വാർഡ്. ഒട്ടേറെ അന്ധവിശ്വാസങ്ങളുണ്ട്, പറഞ്ഞറിയിക്കാനാവാത്ത വിധത്തിലുള്ള അന്ധവിശ്വാസങ്ങളുണ്ട്. അവയെ പാടെ നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിക്കുകയില്ലെങ്കിലും അവയ്ക്കെതിരെ അല്ലെങ്കിൽ അവയെക്കുറിച്ച് പുനർവിചിന്തനം നടത്തത്തക്ക രീതിയിലുള്ള ചില ചിന്തകൾ അവർക്ക് നൽകാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കും. നിങ്ങളൊരു വാർഡ് മെമ്പർ ആണെങ്കിൽ തീർച്ചയായിട്ടും സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ചുരുക്കി പറയട്ടെ, എന്താണ് ഒരു വാർഡ് മെമ്പർക്ക് ചെയ്യാവുന്ന, വാർഡിന് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് ചോദിച്ചാൽ, എല്ലാ ജനങ്ങളെയും ഒറ്റക്കെട്ടായിട്ട് നിർത്താൻ വേണ്ടിയുള്ള ശ്രമമാണ്. അതിന് ഞാൻ സർവ്വജന സാഹോദര്യമെന്ന് പറയും, സർവ്വജന ഐക്യമെന്ന് പറയും, സർവ്വസമുദായ ഐക്യമെന്ന് പറയും. ആ ഒരു പ്രവർത്തനം നിങ്ങൾ ഭംഗിയായി പൂർത്തിയാക്കുമെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവശന്മാരും ആർത്തന്മാരും നിസ്സഹായരുമായ നിങ്ങളുടെ വാർഡിലെ ജനങ്ങളെ നിങ്ങൾക്ക് സഹായിക്കാൻ, ചേർത്ത് പിടിക്കാൻ കഴിയുമെങ്കിൽ അതായിരിക്കും നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം. അനുബന്ധമായ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അവയിലെല്ലാം ജനപ്രതിനിധി എന്ന നിലയിൽ നിങ്ങളുടെ ശ്രദ്ധയുണ്ടാകുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. നന്ദി, നമസ്കാരം.